സോ ഗ്ലോബൽ വില്ലേജിൻ്റെ 29th സീസണാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ബസ്സിൻ്റെ ടൈമിംഗ് മിക്കവാറും മോസ്റ്റ്ലി ഞങ്ങൾക്ക് ബസ് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. ഭയങ്കര നേരത്തെ ഇറങ്ങിയതായിരുന്നു. സോ ദിസ് ഇസ് അഹ്സന, ദിസ് ഇസ് അമിത. അതാണ് നമ്മളുടെ ബസ് നമ്പർ 103. സോ അറ്റ് ലാസ്റ്റ് നമ്മൾ ഗ്ലോബൽ വില്ലേജ് എത്തി. സോ ഗൈസ്, നമ്മളിപ്പോൾ ഗ്ലോബൽ വില്ലേജിൻ്റെ ഫ്രണ്ടിലാണ്. സോ നമ്മൾ എൻട്രൻസിൻ്റെ തൊട്ട് ഫ്രണ്ടിലെത്തി. ഇനി നമ്മൾക്ക് ടിക്കറ്റ് സ്കാൻ ചെയ്ത് നേരെ കയറാം. സോ നമ്മളിങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിറങ്ങി. സോ ദിസ് ഇസ് ദി എൻട്രൻസ്. നമ്മളുടെ എൻട്രി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ലഗേജിൻ്റെ ചെക്കിംഗ് ഉണ്ട്. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുമ്പോൾ നമ്മുടെ ടിക്കറ്റ് പ്രൈസ് വരുന്നത് 30 dirhams and 25 dirhams ആണ്. സോ സൺഡേ ടു തേഴ്സ്ഡേ വന്നിട്ട് 25 dirhamsഉം ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ നമുക്ക് 30 dirhamsഉം ആണ്. നമ്മളുടെ ദിസ് ഇസ് ദ ഔട്ട്ലുക്ക്. നല്ല രസമുണ്ട് കാണാൻ. സോ 10 dirhams കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പാസ്പോർട്ട്സ് കിട്ടും. സോ ഇറ്റ്സ് ഓൺലി 10 AED. സോ ഇങ്ങനെ 10 dirhams നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ പാസ്പോർട്ട് കിട്ടും. അത് ഓരോ പവലിയൻസിലും നമുക്ക് ആക്ച്വലി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സ്റ്റാമ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പം ഞങ്ങൾ 3 പേരും 3 പാസ്പോർട്ട്സ് വെച്ച് മേടിച്ചു. എക്സൈറ്റഡ്. സോ ദിസ് ഈസ് ആക്ച്വലി എ മിനി പാസ്പോർട്ട്. നമുക്ക് നമ്മുടെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പാസ്പോർട്ടായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. സോ ദിസ് ഈസ് എ നൈസ് തിങ്. സോ നമുക്ക് ഫസ്റ്റ് ടർക്കി വിസിറ്റ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോകുന്ന പവലിയൻ ഇസ് ടർക്കി. പറ്റിക്കുന്ന ആ ടൈപ്പ് ഓഫ് ഐസ്ക്രീം ഉണ്ടല്ലോ, അത് ട്രൈ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അതൊന്ന് ട്രൈ ചെയ്യണം. കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. ഇവിടെ നമുക്ക് ചീപ്പായിട്ടുള്ള ഷോപ്പ് കണ്ടിട്ടുണ്ട്. 15-10 dirhamsനൊക്കെ. ഒരു എസ്തെറ്റിക് ടച്ച് ഉണ്ട് ഇവിടുത്തെ ഓവറോൾ ഐറ്റംസിനൊക്കെ. സോ ഫസ്റ്റ് ടർക്കിയിൽ സ്റ്റാമ്പ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക.
ചോക്ലേറ്റിന്റെ ഫ്ലേവർ ഉണ്ട് അല്ലേ? ഭയങ്കര ചോക്ലേറ്റ് ആണ്. ആൻഡ് കൊള്ളാം. 25 ദിർഹംസ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, കുഴപ്പമില്ല. ഹൗസ് ഇറ്റ്? സോ നമ്മുടെ നെക്സ്റ്റ് പവലിയൻ ഇസ് പാകിസ്ഥാൻ. മസ്കാര മേടിച്ചു. ജസ്റ്റ് ചീപ്പ് റേറ്റിന് കിട്ടിയപ്പോൾ മസ്കാര. എല്ലാം നമുക്കിങ്ങനെ മറ്റേ കുർത്തീസ് മോഡൽ, പിന്നെ ഫർദാസ്, അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റൈൽസുള്ള നല്ല വർക്കുകൾ കൂടുതലുള്ള മെറ്റീരിയൽസ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ UAE വിസിറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാ കൺട്രിയും വിസിറ്റ് ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ബിക്കോസ് വി ഓൺലി ഹാവ് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ടൈം. ആഫ്രിക്ക ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. പിന്നെ നെക്സ്റ്റ് ബംഗ്ലാദേശ്. അത് നമുക്ക് ഈ ഇയർ ന്യൂ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു കൺട്രിയാണ്. ബംഗ്ലാദേശ് വിസിറ്റ് ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ, യെസ്. സോ കം ഓൺ, ലെറ്റ്സ് വിസിറ്റ് ബംഗ്ലാദേശ്. സോ നമ്മൾ ശ്രീലങ്ക പവലിയന്റെ ഫ്രണ്ടിലെത്തി. നമുക്ക് ശ്രീലങ്കയിൽ എന്തൊക്കെയുണ്ടെന്ന് ഡിസ്കവർ ചെയ്തിട്ട് വരാം. പല ടൈപ്സ് ഒക്കെ അവരുടെ സ്പൈസസ് ആണ്. هذا في مرونغا سوري هذا جينجر في جرفة هذا في ചിക്കൻ മസാല, പല ടൈപ്സ് ഓഫ് മസാലാസ് ഒക്കെ ഉണ്ട്. സോ 10 ദിർഹത്തിന് നമുക്കൊരു സമൂസ ആയി. സമൂസ 780. സോ അങ്ങനെ നമ്മുടെ സമൂസ കിട്ടി. അത്യാവശ്യം നല്ല വലിയ സമൂസയാണ്. നമുക്ക് അവിടെയെങ്കിലും ഇരിക്കാൻ പാ. ബംഗ്ലാദേശിൽ, അതെ, ബംഗ്ലാദേശിൽ വന്നിട്ട് നമ്മൾ സമൂസ ട്രൈ ചെയ്തു. ദിസ് ഈസ് ഫോർ 7 ദിർഹംസ്. കുഴപ്പമില്ല, വർത്താണോ? അതെ, കഴിച്ചോളൂ. നമ്മുടെ നോർമൽ സമൂസ തന്നെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെന്താ ചട്നിയാണ് അവിടെ? പുതിന കേടൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചട്നിയാണ്. അത് നമുക്ക് യൂസ്വലി കിട്ടാറില്ല. ഇതിലാണ് മിക്സ് ചെയ്യേണ്ടത്. പുറത്താണ് 7 ദിർഹംസ്. നമുക്ക് യൂഷ്വലി ഗ്ലോബൽ വില്ലേജിൽ വന്നാൽ മോസ്റ്റ്ലി എല്ലാം നല്ല ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സോ വിശന്നാലൊക്കെ ഇവിടെ വന്ന് നമ്മുടെ ബംഗ്ലാദേശിലെ സമൂസ ട്രൈ ചെയ്യാം. ചട്നി ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. ഗ്രീൻ വൺ പക്ഷെ കുഴപ്പമില്ല, പക്ഷേ റെഡ് നല്ലതാണ്.
റെഡ് കെച്ചപ്പല്ലേ? റെഡ് കെച്ചപ്പല്ല, റെഡ് കെച്ചപ്പല്ല. ചട്നിയാണ്. നമുക്ക് ഈ ബായിമാരുടെ സമൂസ ഒക്കെ നമ്മൾ കഴിക്കില്ലേ, ചെറിയ തട്ടുകട പോലത്തെ സെറ്റപ്പ് എന്നൊക്കെ. ഇത് നമ്മുടെ പുതിന ഏതാ? ഗ്രീൻ കളറിൽ നമ്മുടെ പുതിന. ബംഗ്ലാദേശി ചാട്സ് എന്നാണ് ഞങ്ങളത് ആക്ച്വലി മേടിച്ചത്. സോ അവരുടെ മെനു ഇതാണ്. ഇതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത് മസ്കാപാവ് ആണ്. ആൻഡ് ഓൾസോ സോ ഇഫ് യു വോണ്ട് കം ഓവർ ഹിയർ ടേക്ക് എ നോട്ട് ഓഫ് ദിസ് മെനു. സോ അങ്ങനെ ഞങ്ങൾ സമൂസയൊക്കെ കഴിച്ചു. പ്രത്യേകിച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ വി ആർ എക്സിറ്റിംഗ് ശ്രീലങ്ക. സോ നമുക്കിവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാനുള്ള ഫുൾ സ്പോർട്സ് ആണ്. ഇതാ ഇങ്ങനെ ഇവിടെ വരുമ്പോൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു ലണ്ടൻ സ്ട്രോബെറി ചോക്ലേറ്റും പിന്നെ മാംഗോ സ്റ്റിക്കി റൈസും. ഞാൻ മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചിട്ടുണ്ട്, പക്ഷേ അത്ര ഒരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇവിടുത്തെ ട്രൈ ചെയ്ത് നോക്കാം, അതിൻ്റെ ഒരു ഓത്തൻറ്റിക് ടേസ്റ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. സോ തായ്ലാൻഡിൽ നമുക്കത് അവൈലബിൾ ആയിരിക്കും. ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. So this is Thailand. വിചാരിച്ച് മാംഗോ സ്റ്റിക്കി റൈസ് ആണ്. ഞാനത് ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട്, ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ടേൺസ് ഔട്ട്. ഞാൻ കൊച്ചിയിൽ നിന്നായിരുന്നു ഒരു തവണ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കത് ആക്ച്വലി തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ദിസ് വൺ ഇസ് ട്രൂലി നൈസ്. ഇഷ്ടപ്പെട്ടില്ലേ? നമ്മൾ അവിടത്തെ പോലത്തെ കഴിക്കുന്ന ഫ്ലേവർ അല്ല. ഇറ്റ്സ് ലൈക്ക് ഞാനത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യണേ. ഫസ്റ്റ് ടൈം അല്ലേ? ഞാൻ സെക്കൻഡ് ടൈമാണ്. ബട്ട് ദിസ് ഇസ് വെരി വെരി നൈസ്. നമ്മുടെ അവിടെ കിട്ടുന്നത് മേ ബി ചിലത് നല്ല ടേസ്റ്റ് ഉണ്ടാകും. സോ നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടു വെച്ചതായിരുന്നു ഈ നാഷ് ഹോട്ട് ചിക്കൻ. അവരുടെ നാഷ് സാൻഡ്വിച്ച്
മൊജിറ്റോ. അതിന്റെ നമ്മളേതാ മൈൽഡ് സ്പൈസി, മീഡിയം സ്പൈസി ആണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ നമ്മൾ വിസിറ്റ് ചെയ്ത കൺട്രീസിൽ ആസിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൺട്രി ഏതാ? സമൂസ മാംഗോ സ്റ്റിക്കി റൈസ് നല്ലതായിരുന്നു. അത് നമ്മൾ തായ്ലൻഡിൽ വാങ്ങിയത്, പക്ഷെ അത് നല്ലതായിരുന്നു. പിന്നെ എനിക്ക് പാകിസ്ഥാനിൽ സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് കാണാനുള്ളതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ക്ലോത്ത്സ് ഐറ്റംസ് ആയിരുന്നു. പിന്നെ തായ്ലാൻഡിലെ ഫുഡ് ഐറ്റംസ് ഉണ്ടായി. പിന്നെ ടർക്കി ഈസ് എ നൈസ് ഓപ്ഷൻ ഫോർ യു ഗൈസ് ടു വിസിറ്റ്. എനിക്ക് അവിടുത്തെ മറ്റേ അതെനിക്ക് എപ്പോഴും ട്രൈ ചെയ്യണം. നമുക്ക് റാൻഡമായിട്ട് എവിടെ ചെന്നാലും നമുക്ക് കാണാൻ പറ്റും. നമ്മളിങ്ങനെ കളിപ്പിക്കുന്ന ടർക്കിഷ് ഐസ്ക്രീം. അമിതയുടെ എക്സ്പീരിയൻസ് പറയും. എനിക്ക് ഇവിടുത്തെ പാസ്പോർട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട. അമിതയുടെ ഗൈസ് നിങ്ങൾ ശ്രദ്ധിക്കണം, അമിത ഏത് കൺട്രി കയറിയാലും അവിടത്തെ ഒന്നും കണ്ടില്ലെങ്കിലും അമിത അവിടെ സ്റ്റാമ്പ് ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിക്കും. അങ്ങനെ എത്ര സ്റ്റാമ്പാക്കി? നമ്മളാകെ 8 കയറിയിട്ട് നടക്കണം. അതാണ് ലക്ഷ്യം. ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങുമ്പോ എല്ലാ സ്ഥലത്തുനിന്നും പിന്നെ 2-3 സ്റ്റാമ്പ് വെച്ച് അടിച്ച് അത് ആ ഒരു ബുക്കോ പാസ്പോർട്ട് ഫുള്ള് ഫില്ല് ചെയ്യുന്നതായിരിക്കും. പക്ഷെ നിങ്ങളിവിടെ വരുമ്പോൾ ഈ പാസ്പോർട്ട് മസ്റ്റ് ആയിട്ട് വാങ്ങണം. ഡെഫിനറ്റ്ലി, ബിക്കോസ് ഇവിടെ വന്നാൽ നമുക്ക് ആ ഒരു പാസ്പോർട്ടാണ്. ഗ്ലോബൽ വില്ലേജ്. അതെ, ഞാൻ ആദ്യം വിചാരിച്ചത് ഞാൻ മാത്രമേ ഇത് മേടിക്കുന്നുള്ളൂ. ഞാൻ നോക്കുമ്പോ ബാക്കിൽ നിന്ന് 2 പേരും കൂടെ ചാടി കയറി 10 ദിവസം എടുത്തിട്ട് ഞങ്ങളുണ്ട്. സോ നിങ്ങളെല്ലാവരും വൺസ് എപ്പോഴെങ്കിലും വന്ന്, അതെ എനിക്കൊക്കെ ആക്ച്വലി ഇതൊരു ഡ്രീമാണ്. ഞാനിവിടെ 2 years ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്തില്ല. എപ്പോഴും മടിയായിട്ടിരിക്കും. പക്ഷേ ഇപ്രാവശ്യം ഇവരെന്നെ എന്തായാലും കൊണ്ടുവന്നതാണ്. അപ്പോൾ എന്തായാലും എക്സ്പീരിയൻസ് ആയിരുന്നു. യെസ് ഗൈസ്, ബാക്കി നമുക്ക് വീഡിയോ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓൾഡ് കൊളീഗ്സിന് വേണ്ടി. So this is medium spicy Nash sandwich. Yes. ഡൈനമൈറ്റ് സോസിന്റെ ഒക്കെ ഒരു സോസും വലിയ സ്പൈസിനെസ് ഒന്നുമില്ല. മീഡിയം സ്പൈസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തീരെ സ്പൈസി അല്ല. നല്ല ക്രിസ്പി ചിക്കൻ ആണ്. ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. അതിന്റെ ഫ്ലേവർ എങ്ങനെയാണെന്ന് നോക്കാം. സ്മോക്കി ഫ്ലേവർ ഉണ്ട് ചെറുതായിട്ട്. സ്പൈസിയാണ്. റീൽസിലും വ്ളോഗ്സിലൊക്കെ കുറച്ച് ഫേമസ് ആയിട്ട് കുറെ പേര് ട്രൈ ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ബർഗറാണത്. അവസാനം ഗിവ് മി എ റിവ്യൂ. ഞാൻ സ്പൈസി അല്ല എന്നാ പറഞ്ഞത്. സോ വി ആർ എൻട്രിങ് ജപ്പാൻ. അത്ര പെട്ടെന്നൊന്നും കഴിച്ചു തീർക്കാൻ പറ്റില്ല. സ്റ്റാമ്പ് ചെയ്യാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലേക്ക് എൻ്റർ ചെയ്യാൻ പോകാൻ സ്റ്റാമ്പ് ചെയ്യാനുള്ള മെഷീൻ കണ്ടുപിടിക്കണം. ബേസിക്കലി ഒന്നും മേടിക്കാനില്ലെങ്കിലും നമ്മളുടെ നിയോൺ ഒരു അടിപൊളി സംഭവമാണ്. This is the Russian pavilion. London strawberry chocolate.
എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ ലാസ്റ്റ് വൺ. നാട്ടിൽ നിന്നാണെങ്കിലും ട്രൈ ചെയ്യാറുണ്ട്, ബട്ട് ദിസ് ഇസ് നൈസ്. സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ്. ഇതിന് പിന്നെ ടേസ്റ്റ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ചോക്ലേറ്റും സ്ട്രോബെറിയാണ് ആസ് യൂഷ്വൽ ടേസ്റ്റ് തന്നെ. ഞാൻ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു കുറച്ച് ലാർജ് പോർഷൻ ഓഫ് സ്ട്രോബെറീസ് ഉള്ള ഇത് തന്നെ എടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. ഇത് ശരിക്കും നമ്മളെ ഇങ്ങനെ പിടിച്ച് കഴിക്കേണ്ടില്ലായിരുന്നോ? ഇതെനിക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. ഇതുവരെ കഴിച്ചത്. Our next pavilion is Africa. In this one, I have organic Shavatar soap. This is step by step procedure. Yeah, actually, it's not a big procedure. Just you can put more combas. More combas. But more combas. No. Okay, maybe more combas with steam. But this one, that one is turmeric with Shavatar. And also you can use it for making moisturizers, creams. Yeah. She's also trying it. നമ്മളത് മൂന്നും മേടിച്ച്. ഇവിടെ ഒരാൾ നിൽക്കുകയാണ്, അയാൾക്ക് തന്നെ കൊടുക്കാം.